Hey guys, എല്ലാവർക്കും ബീറ്റ് ടോക്സിലോട്ട് സ്വാഗതം. Guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് സ്വീറ്റ് വേഴ്സസ് സ്പൈസി. So guys, okay, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ഞാൻ പറഞ്ഞ പോലെ സ്പൈസി ഉണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ നോർമൽ. മൂന്നാമത് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. സോ നിങ്ങൾ 3 പേരല്ലേ, അപ്പൊ 3 ഓപ്ഷൻ വേണ്ട, എന്നാലല്ലേ അതൊരു സിങ്ക് ആവുള്ളൂ അല്ലേ? ചലഞ്ച് പേര് പറഞ്ഞപ്പോ അങ്ങ് ഒത്തില്ലല്ലേ? അപ്പൊ ഒന്ന് നോർമൽ. ഇപ്പൊ നമ്മള് ഇന്നത്തെ ചാലഞ്ചിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കുറച്ച് ഒരു ഐറ്റം. സ്പൈസി അൽഫാം, നോർമൽ അൽഫാം, ഹണി അൽഫാം, അതായിരിക്കും ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇതില് ഒന്നില് സ്വീറ്റ് ഉണ്ടാവും ആൻഡ് ഒന്നില് സ്പൈസി ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ടിൽ 2 പച്ചയായ ഫുഡും ഒന്ന് നല്ല രീതിക്ക് മേക്ക് ചെയ്ത ഒരു ഫുഡ് ഉണ്ടാവും. അപ്പൊ നോർമൽ കിട്ടുന്ന ആൾക്ക് ആ നല്ല രീതിയിൽ മേക്ക് ചെയ്ത ഫുഡ് കിട്ടും. ബാക്കി 2 പേര് അവരുടെ ടേസ്റ്റ് തീരുമാനിക്കുന്നത് കത്തിയല്ലേ? അതാണ്. സോ അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഐറ്റം തന്നെ കൊണ്ടുവരാം. സോ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഇങ്ങനെ ആക്കിക്കോ, എന്നാ സാധനം വരും. നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് എഗ് ഫ്രൈ ആണ് ഗൈസ്. മുട്ട പൊരിച്ചതാണ്. അതില് ഒരെണ്ണം നല്ല അല്ലെ പെപ്പറൊക്കെ ഇട്ടിട്ട് നല്ല നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി 2 ഇങ്ങനെ പച്ചയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് പച്ചയാണ്. അതെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ സ്പൈസിയും അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ആ ഒരു മിശ്രിതം, ഒരു ലൈനി വരാണ്ട് ഗൈസ്. അപ്പൊ ഇതിനകത്ത് ഉപ്പില്ല, നോർമൽ പച്ച ഇത് പെർഫെക്റ്റ് അടിച്ച് നിന്റെ. ഓക്കെ ഗൈസ്, അപ്പൊ 3, 2, 1. Yes guys, ഇതിലൊരു 4 കിലോ മുളക് പൊടി ഉണ്ടാവും. ഓക്കെ, ഇതിലൊരു 4 കിലോ പഞ്ചസാര ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഓക്കെ, ഇത് പഞ്ചസാര മിക്സ് അടിച്ചാണ്. ഇതെങ്ങനെയാന്ന് അറിയോ? ഇത് പാക്കേക്കാണ് കിട്ടണമെങ്കിൽ, അതായത് ഇപ്പൊ സ്പൈസി ആണ് കേക്ക് കിട്ടണമെങ്കിൽ ഇതങ്ങ് വെറൈറ്റി നമ്മളൊരു പിസ്സ പോലെ ആക്കി തരും. ഓക്കെ, ഹാപ്പി അല്ലേ? മുട്ടയും പഞ്ചസാര അത് കിട്ടണമെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ 3 പണിയെടുക്കാൻ തുടങ്ങി വീണ്ടും ഗൈസ്. ഓക്കെ, ഇതെന്താ കുഴപ്പമെന്ന് അറിയോ? ഇതില് സ്റ്റാർട്ടിംഗ് ആണിത്. എനിക്ക് ഇതും ഇതിന്റെ അടുത്തൊക്കെ എനിക്ക് നല്ലത് കിട്ടും. ലാസ്റ്റിലോട്ട് നല്ല സാധനങ്ങൾ വരുമ്പോ എനിക്ക് ഏറ്റവും ഒട്ടുള്ള സാധനം കിട്ടും. നമ്മളെ ഏക്കിട്ടൊക്കെ നല്ല ലക്ഷണമുള്ള കൈയാണ്. എന്താ നോർമലാ? സ്വീറ്റ് ഗൈസ്. ഓ മൈ ഗോഡ് ബ്രോ. ഇനി നിങ്ങൾ തീരുമാനിക്കൂ ആരാദ്യം തുറക്കണം. ഗൈസ്, ഓക്കെ, നോർമൽ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഉപ്പ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ പാകത്തിന് എല്ലാം കിട്ടുന്നുണ്ട്. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ക്വാണ്ടിറ്റി വേണേ കുറച്ച് ഒന്നുമില്ല. എനിക്ക് അത് തൊലിക്കണ്ട. ആദ്യം നമുക്ക് സ്പൈസി. മോനെ അങ്ങനെ ഇടരുത്. 2 സ്പൂണോ? അതൊക്കെ കിടക്കട്ടെ, എൻജോയ് ചെയ്യണം. മറ്റേ ഫയർ എഞ്ചിൻ കൊണ്ടുകൊണ്ട് കിടത്തിട്ട് വരും. അങ്ങനെയാണ്. ഇതിലെന്താ ഇത് പഞ്ചസാരലായി ഓംപ്ലേറ്റോ? പരത്തി തന്നാണോ? ചുരുട്ടി പിടിച്ച് കഴിച്ചാൽ മതി. ഓക്കെ, ഇനി ഗൈസ്, ഓ മൈ ഗോഡ്, പഞ്ചസാര. അത് മധുരം കൂടി വരുന്നുണ്ടല്ലോ ഈ മുട്ട മധുരം കൂടി. അത് കഴിക്കും, നല്ല ടേസ്റ്റ്. അത് ഇല്ല പറയാൻ പറ്റില്ല. ചിലപ്പോ മുട്ട ചിലപ്പോ കിടിലം കോമ്പോ ആണെങ്കിലോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ ഗൈസ്, സ്വീറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്പൈസി കൊടുത്തിട്ടുണ്ട്, നോർമലും കൊടുത്തിട്ടുണ്ട്. ഇനി അവരത് കഴിക്കേണ്ട സമയമാണ്. ഇത് വാസ്കൊക്കെ പിന്നെയും കുഴപ്പമില്ല, കുറച്ച് എരിവ് സഹിച്ചാൽ ടേസ്റ്റിംഗ് ഉണ്ടാവും വിചാരിക്കാം. പക്ഷെ ഇത് ഇത് നീ ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്നു കഴിഞ്ഞാൽ അതിന് സംഭവിച്ചു. എന്താ അവസ്ഥ എന്ന് പറഞ്ഞ കുറച്ച് വെള്ളം തരോ? ടേസ്റ്റ് ഉണ്ട്, പഞ്ചസാര പൊടിമായിരിക്കുന്നതാ. ഞാൻ അപ്പഴേ പറഞ്ഞ കൊള്ളൂലാന്ന്. സത്യം പറഞ്ഞ ഇതായിരുന്നു ഏറ്റവും ഫ്ലോപ്പ്. വേറെ കാര്യം, ഇതിലും കഴിക്കാൻ, പക്ഷെ ഇതങ്ങനെയല്ല. ഇവൻ വാരി വിളിച്ചിട്ടേക്കുന്നു. ഭയങ്കര എരിവ് അങ്ങോട്ട് എരിവ് അടിച്ചെന്ന്. ഇപ്പൊ പകുതി തിന്ന്. അയ്യോ, അയ്യോ അയ്യോ, ഫുള്ള് കഴിക്കണ എന്ത് കിട്ടിയാലും. വെള്ളം കൊടുത്തിട്ട് ഇച്ചിരി എരിവ് കൂടി എന്ന് പറയുന്നു. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഏറെ കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത് ഫസ്റ്റ് റൗണ്ടിൽ എന്തായാലും ആരും പണിഷ്മെന്റ് ഒന്നും വാങ്ങിയില്ല, എല്ലാരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഈസി റൗണ്ട് ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിപൊളി സാധനങ്ങൾ വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് പേപ്പർ തീരുമാനിക്കല്ലോ. പേപ്പറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഓക്കെ, 3, 2, 1. ഓക്കെ, ഇപ്രാവശ്യം ആദ്യം വാസ്കോ തുറക്കും. പേടിയുള്ള ആള് ആദ്യം തന്നെ തുറക്കും. അപ്പൊ ഇനി ആരാണ് ഇപ്രാവശ്യം? എഡ്വിൻ ബി സി തുറക്കുള്ളൂ. എഡ്വിൻ ബി സി സ്വീറ്റ്, ബ്ലഡി സ്വീറ്റ് ഗൈസ്.
ഇത് തിരിച്ചാണ് കിട്ടിയത്. അയ്യോ സൂപ്പറാണ് അത്. അത് അടിപൊളിയാ. ഓക്കെ ഇത് തുറക്കേണ്ട ആവശ്യമില്ല, പിന്നെ അതായത് പറഞ്ഞല്ലോ ഡിവൈഡ് കൊടുക്കും. സപ്ലയർ. അയ്യോ ഗൈസ് സപ്ലൈ ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്യും. ഇത് കിടില മസാലയാണല്ലോ. കിട്ടില്ല സാധനമല്ലേ ഇത്? ഇത് നമ്മളെ വെറൈറ്റി നൂഡിൽസിന്റെ വേറെ സ്പെഷ്യൽ സംഭവമാണ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ സ്പൈസി റെഡി ആക്കി നമുക്ക് ഇനി സ്വീറ്റ്, ബ്ലഡി സ്വീറ്റ്. ഓ മൈ ഗോഡ് ബ്രോ ഗൈസ്, ഞാൻ ഓരിടുന്നില്ല. ഒട്ടും അവറായില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അല്ല കയ്യൊക്കെ എന്തിനായിരുന്നു പിന്നെ? ആരെ സൂപ്പർ എന്ന് പറഞ്ഞത്? ഞാൻ എപ്പോ പറഞ്ഞ സൂപ്പർ, കുഴപ്പമില്ല, ഇതിന്റെ അത്ര വരൂലെന്ന് പറഞ്ഞത്. എടാ കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട്? എന്താ പാടം നോക്കി, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ബ്ലഡി സ്വീറ്റ്. ഇതെന്താ ഇതില്? പഞ്ചായത്തിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ മുളകാ കേട്ടോ. ഇത് സഹിക്കാൻ പറ്റൂല പുല്ല്. പക്ഷേ നോർമൽ, ഓൾവേസ് നോർമൽ. എന്നാലും വാസ്കോ തുടങ്ങി കേട്ടാ, വാസ്കോ തുടങ്ങി. ഇനി എല്ലാ റൗണ്ടിലും നോർമൽ വാസ്കോ. എന്ത് പറ്റിയ ഡിപ്രഷനാ? ഒരുത്തൻ ഡിപ്രഷനിൽ പോയി. അപ്പൊ എന്തായാലും ഒരു കഴിച്ച് ഏറെക്കുറെ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. ഭായി പറഞ്ഞ വാക്ക് പാലിച്ചു. സ്വീറ്റി കഴിക്കോ? ന്യൂഡിൽസ് റൗണ്ട് ഇവിടെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. യെസ് ഗൈസ്, നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഇതുവരെ നമ്മൾ ചാലഞ്ചിൽ അങ്ങനെ പബ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? വ്യത്യസ്തമായ രീതിയാണ് നമ്മൾ ഈ റൗണ്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ആരും കഴിച്ചു തീർക്കും, എന്നിട്ട് അവർക്ക് വലിയ ഫുഡ്. നല്ലൊരു ചാലഞ്ച് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ റൗണ്ടിൽ നല്ല അടിപൊളി ചൂട് പപ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ചൂട് ഇച്ചിരി ആറിയിട്ടുണ്ട്. നല്ല അടുത്ത സ്പൂഫിലെടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ സാധനം ഇട്ടിട്ടുണ്ട്. അടിപൊളിയത്. എന്തായാലും എല്ലാവർക്കും തുറന്ന പറഞ്ഞല്ലേ കിട്ടുള്ളൂ. നിനക്ക് ആദ്യം തുറന്നോളൂ. നോർമല്ല ഇഷ്ടപ്പെട്ട. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? ഞാൻ അത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോ പിടഞ്ഞു. നോർമലി വക്കരിക്കടാ. ഏക്കടെ ആഗ്രഹം പോലെ നടന്നു. ഇത് രണ്ടാമത്തെ നോർമൽ അല്ലേ? യെസ് എടാ, 3 റൗണ്ടിൽ 2 നോർമല്. ഓക്കെ, എല്ലാവർക്കും സ്വീറ്റ്ന പപ്സാ. മുട്ട പപ്സ്. സ്വീറ്റ്ന പ്ലസ് ആ ഫില്ലിങ് നിറച്ചോട് ഉള്ളിൽ മതി കേട്ടോ. ഇത് പിന്നെ ഓടുകളിയാ. ആരോടും ഞാൻ അപ്പോ രണ്ടുപേർക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റേ സ്വീറ്റ് പൊറോട്ട പോലെ ഇരിക്കുന്നല്ലേ? എങ്ങനെയൊക്കെ വൈബാണോ? ഇതൊക്കെ പോവും. സ്വീറ്റ് പൊറോട്ട. അല്ല, ഇതെന്താ കമത്തി വെച്ചേക്കണ? തിരിച്ചു മുട്ട ഈ വാ കഴി. എന്താ ഞാൻ തന്നെ കഴിക്കണം. ഓ അത് അടാ ഇവൻ വൈബ്. കഴിക്കാൻ നോട്ടി പോയി. ഞാനതുപോലെ കഴിക്കത്. എങ്ങനെ കഴിച്ചാലും വയറ്റേക്ക് പോകും. ഈ മുട്ടക്കകത്ത് വരുമ്പോ കുറച്ചും കൂടി ഇത് മറ്റേ പുറത്തുള്ള ഇതിന് മറ്റേതായിട്ട് കുറച്ച് നീ അതൊക്കെ കഴിച്ചോ? എനിക്ക് ഛർദിക്കാൻ വരപ്പ തുടക്കം സ്വീറ്റ് പൊറോട്ട പോലെ കഴിച്ചിട്ട് മുട്ട തീർത്തില്ല. അതില്ല, അതിൽ പഞ്ചസാര ഫില്ല് ചെയ്തേരാ. എന്തായാലും ആദ്യം മധുരടിച്ച് കേട്ടണം. ഇതൊരുമായി തൊലിച്ചിട്ട് വെച്ചേ ഉപ്പും മുളകും പുളിയും കിട്ടിയോളാം. ഇങ്ങനെ അത് എഡിറ്റ് ചെയ്ത് ഉപ്പ് കയറ്റിക്കോളാം. ഓക്കെ, വയറിഞ്ഞില്ല ആണോ? അയ്യോ, അപ്പൊ അടുത്ത 2 റൗണ്ടിൽ ഫുഡ് വാസ്കോനെ ഒഴിവാക്കല്ലേ? എന്നാ നിങ്ങൾ 2 റൗണ്ട് നോർമൽ സ്പൈസി ഇല്ല, ഇതില്ല. എന്തായാലും എഡ്വിൻ വിസിബി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു റൗണ്ട് ഇവിടെ ഏറെക്കുറെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഏക്കോട് കേടാണ്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് ഇവിടെ അവസാനിച്ചിട്ട് നമ്മുടെ പപ്സ് റൗണ്ട് ഇവിടെ അവസാനിച്ചിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാം. യെസ് ഗൈസ്, ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ചാലഞ്ചിന്റെ 4ാമത്തെ റൗണ്ടിലോട്ട് കിടക്കുമ്പോൾ ഗൈസ്, ഓക്കെ, നമ്മൾ 3 പേർക്കും നമ്മൾ പ്ലേറ്റിൽ ഗൈസ് ഓക്കെ മോമോസ് ആണ് വെച്ചിട്ടുള്ളത്. യെസ് ഗൈസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും തീരുമാനിക്കാം നമ്മുടെ ഈ ഒരു റൗണ്ടിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. പേപ്പറോട് ഇട്ടിട്ടുണ്ട്, നമ്മൾ അടിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ വാസ്കോ തുറക്കുന്നതായിരിക്കും. വേറെ ആരും തുറന്നു നോക്കരുത്. വാസ്കോന്റെ പേപ്പറിലോട്ട് എല്ലാവരുടെ കണ്ണു പോകേണ്ടതാണ്. പെട്ടെന്ന് തുറക്കുക. ഇതുണ്ടല്ലോ, ഒരു മോമോസിന് 1 സ്പൂൺ, അങ്ങനെയാണ് നമ്മുടെ കണക്ക്. അയ്യോ, അറിയാലേ ഇത് വാട്ടത്താനാണെന്ന്.
എനിക്കിത് ഇങ്ങനെ ഗൈസ് നല്ല അടിപൊളി ചട്നിയിൽ ഇങ്ങനെ മുക്കി സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ സ്പൈസിയും ഒറ്റ ഒട്ടും വായിക്കിടുക അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, ഈസിയാണ്. അതുപോലെ വായിക്കിട്ടോക്കാ ആടാ, അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ അല്ല എന്തൊരു ഇത് ഒറ്റയടിക്ക് അങ്ങനെ കിട്ടാൻ നിനക്ക് അറിയാലോ വാസ്കോ. ഇതിന്റെ വാസ്കോക്ക് സ്വീറ്റ് കിട്ടിയില്ലേ? എന്റെ സമ്മതം കുറവുണ്ടല്ലേ, ഇതുകൂടി മുക്കി തിന്നാ. അത് എനിക്ക് ചാലഞ്ച് കഴിഞ്ഞിട്ട് വേണേ വേറെ വാങ്ങി തന്നെ. ഇത് നീ ഫിനിഷ് ചെയ്താൽ ഞാൻ നിനക്ക് വേറെ വാങ്ങി തരാം. ഇത് മറ്റേ ഇതുപോലെ ഉണ്ടാവും, ഏതെന്നറിയാം, ഒരു ഇതില്ലടാ, ഒരു മാവിന്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാര കിട്ടുന്ന സാധനല്ലേ, അതിന്റെ മധുരം കുറച്ച് പരമാവധി ആയിരിക്കും. ഇത് എന്ത് ഇത് കൽക്കണ്ടത്തിനൊക്കെ ഇത് ബായ ശരിയായ വൈബിലാട്ടോ. ഇതിന് ഒഴിച്ചൊന്ന് സ്പൈസി ഒക്കെ പോയല്ലോ. റൗണ്ടിൽ പോലെ സ്വീറ്റ് ഇട്ടാതെ കുറച്ച് എനിക്ക് രണ്ടവണ ഈ ചൂട് കിട്ടിയായിരുന്നു, ഇത് സ്പൈസ് കിട്ടിയായിരുന്നു. അടുത്ത റൗണ്ട് കിട്ടിയ സ്വീറ്റ് അവൻ തിന്നാണ് ഇറങ്ങിട്ടിരിക്കുന്നു. കൊക്കോള, പെപ്സി, അവങ്ങള് കേട്ടോ. പെപ്സി ഓപ്ഷൻ ബി, പെപ്സി 2 ലിറ്റർ. 2 ലിറ്റർ എനിക്ക് 2 ലിറ്റർ അവന് 2 ലിറ്റർ. എന്താ പട്ടി കുറയ്ക്കുന്ന കുറയ്ക്കുന്നത്. ലാസ്റ്റ് റൗണ്ടിൽ ഞാനായിരിക്കും കൊടുക്കണേ. എന്തായാലും ഇതിൽ ഏതൊക്കെയാന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവർക്ക് അറിയാം കേട്ടോ, കാരണം ഇതിൽ എന്തൊക്കെ ഒരു അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവര്. എന്തായാലും ഇതിനെ തുറന്നു നോക്കിയിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പൊ ഈ 3 സാധനങ്ങളും അടുത്ത റൗണ്ടിൽ ഞാനായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ലാസ്റ്റ് റൗണ്ടിലോട്ട് നമ്മൾ വേണ്ടി പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് മുന്നായിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഓക്കെ, ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് ആൾ ഇട്ട് വെക്കും. ഓക്കെ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഗൈസ്, ഒക്കെ നമ്മൾ നമ്മുടെ ഫോട്ടോസ് റീലും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ആക്ടിങ് ആണെന്നുണ്ടെങ്കിലോ സ്പൂഫ് പുള്ളിയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ലാസ്റ്റ് റൗണ്ടിലോട്ട് പോകാം. യെസ് ഗൈസ്, ഓക്കെ, സോ നമ്മുടെ അവസാന റൗണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഓ എന്താ വാസ്കോ വലിയ കാലം നോക്കി എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ റൗണ്ടിൽ ഓക്കെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ആണ് വെച്ചിട്ടുള്ളത്. അതും നമ്മുടെ ലെഗ് പീസ് ആണ് ഗൈസ്. ഓക്കെ, ലെഗ് പീസ് ആണ് വെച്ചിട്ടുള്ളത്. ഇതില് നീ കയ്യിലെന്നാ മതി. അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈസ്. ഓക്കെ, ഇപ്രാവശ്യം ഞാനായിരിക്കും ഇവർക്ക് ചീട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എന്റെ കയ്യിൽ 3 ചീട്ട് ഉണ്ട്. ഇതില് ആദ്യത്തെ ചീട്ട് ആർക്ക് വേണം കൈവെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ചോദിച്ചു വാങ്ങിയതാണ്, ഇപ്പൊ തുറന്ന് നോക്കരുത്, തീരുമാനിക്കും. ഓക്കെ, ചോദിച്ചു വാങ്ങിയതാണ്, എന്തോ കുറച്ചായിട്ട് കാണാം. ഓക്കെ, സോ അടച്ച് തുറക്കരുത്. അയ്യോ, ഇത് ആരും ഫസ്റ്റ് തുറന്നു നോക്കാൻ വേണ്ടി പോകുന്നത്. ഭൂരിപക്ഷം നോക്കാം. രണ്ടുപേരും ഏക്കന്റെ പേര് പറഞ്ഞു. അപ്പൊ എന്തായാലും ഏക്കെ തുറന്നു നോക്കുന്നതായിരിക്കും. വേറെ ആരും തുറക്കരുത്. ഏക്കന്റെ പേപ്പറിലോട്ട് നോക്കുക. ഇവർ രണ്ടുപേരാണ് നോക്കുന്നത് ഗൈസ്. ഓക്കെ, ആര് തുറക്കുന്നത്? ബക്രി തുറക്കും. കൈ നോക്കുന്നോ? ഇത് വാസ്കോ നോർമൽ അടിച്ചാ പോലെ തീർന്ന്. ഏതാണ് എങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. വാസ്കോ അവിടെ നോർമൽ ഓക്കെ, ഇത് സ്പൈസി ആർക്കാ കിട്ടിയത്? ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ണി പറഞ്ഞു പൊളിഞ്ഞു. തിന്നില്ലേ പിന്നെ ചലഞ്ച് മുള്ളു തീർക്കണം എന്ന് പറഞ്ഞാരാ? 3 പേർക്കുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. ഒലിക്കുന്നു. എന്റെ പൊന്നോ, എനിക്ക് എന്തൊരു ഭാഗ്യാണോ. ഇത്രയും നല്ല സാധനം കൊടുത്തിട്ട് എല്ല് തന്നോണ്ടിരിക്കുന്നു. ഇതെന്താ വൈബ്? കഴിച്ചാലേ വൈബ് എന്താ പാടെന്ന് പറയത്തുള്ളൂ. പറയാൻ പറ്റണ്ട, ചിക്കൻ അല്ലേ എരിവ് പോകും. അത് എല്ല് തിന്നെങ്കിൽ അരച്ചു കൂടെ തിന്നണേ. ഇത് മറ്റേ സ്വീറ്റ് ചിക്കൻ. തിന്നിട്ട് ഇനി തിന്നാ മതി. ഓക്കെ, ഇല്ലെങ്കിൽ പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ് പറഞ്ഞ പോലെ ഇവരായിരിക്കും തീരുമാനിക്കുക പണിഷ്മെന്റ്. ഓക്കെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പുല്ല് ഞാൻ പോയിട്ട് മുളകി കുത്തിയേനെ.
ഇവിടെ തിന്ന് തീർന്നിട്ട് എന്ന് ഇവിടെ ചാലഞ്ച് അവസാനിക്കും. എനിക്ക് കുറച്ച് എരിവ് കൂട്ടി കുറച്ച് എരിവ് കൂട്ടി കുറച്ച് കൂട്ടി കഴിക്കും നീ രണ്ടും. ടാക്ടിക്സ് ടാക്ടിക്സ് ഇത് കളഞ്ഞ് ഇവിടെ വീഡിയോയില് പെട്ടിട്ടുണ്ടാവുമല്ലോ. വീഡിയോയില് പെട്ടിട്ടുണ്ടാവുമല്ലോ. പയ്യെ ഒരു പീസ് വെച്ചിട്ട് ബക്രി ഒരു കള്ളലക്ഷണം അത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചാ അതാ തിന്നത് പീസ. അല്ല ഓ അത് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിർത്ത് അങ്ങോട്ട് ഇറങ്ങല്ലേ. ഹെവി ചലഞ്ച്. രണ്ടുപേരും ഇവിടെ ഫൗള് കാണിച്ചു. രണ്ടുപേർക്കുള്ള പണിഷ്മെന്റ് വാസ്കോ ആണ് തീരുമാനിക്കുക. വക്രി എന്തെങ്കിലും ഫിനിഷ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആണ് ഇവിടെ സ്വീറ്റില് ഫിനിഷ് ചെയ്യാത്തത്. എനിക്ക് ഓ ഇഷ്ടപ്പെട്ട ആണോ? അപ്പൊ നമ്മുടെ ഇവിടെ ഫൗള് കാണിച്ച സ്ഥിതിക്ക് അല്ലെങ്കിൽ ഫുള്ള് കഴിക്കാത്ത സ്ഥിതിക്ക് ഓക്കെ ഇവിടെ പണിഷ്മെന്റ് നമ്മുടെ വാസ്കോ ആയിരിക്കും ഈ ഒരു ചാലഞ്ച് തീരുമാനിക്കുക. ഈ പണിഷ്മെന്റ് കൂടെ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ഇവിടെ എൻഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലല്ലോ, അവൻ കഴിച്ചു. പണിഷ്മെന്റ് വാസ്കോ എന്ത് പണിഷ്മെന്റ് ആണ് നമ്മുടെ ടോക്കന് കൊടുക്കാൻ പറ്റും? രാത്രിയാണ് ഓടിക്കുക, ആരും കാണില്ല. ബാറ്ററിയോ? ഞാൻ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കുറച്ചു നേരം മസാജ് ചെയ്ത കൊള്ളാന്നുണ്ട്. അപ്പൊ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഹാർഡല്ല, സ്വീറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട്. ഞാൻ വാസ്കോക്കാണ് ചാൻസ്. നിനക്ക് ചെയ്യണോ? നീ ഒന്ന് മെസ്സേജ് ചെയ്തോ? ഹെഡ് മസാജ് എനിക്ക് ബോഡി മെസ്സേജ് അടക്കം ഞാൻ ചെയ്തു. ഹെഡ് മസാജ് കൈ കഴിയണോ? ഞാൻ അല്ല എന്റെ മൈക്കുണ്ടല്ലോ, ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി. ആദ്യം ഏതാണ് ബോഡി ഈ ഷോൾഡർ മസാജ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഷോൾഡർ മസാജ് ആൻഡ് ഹെഡ് മസാജ്. ഓ അതൊക്കെ രണ്ട് നാല് കയ്യും മസാജ് അടിക്ക് വെയിറ്റ് കൂടെ തിരിച്ചടിച്ചാൽ നല്ല മസാജാ. ഇങ്ങനെ ചെരിച്ച കറക്കാവുള്ളൂ. റാഷിദ് മാറിനാട്ടാ എങ്ങനെ കൊല്ലം പോകുന്നു. കൈ കൊള തെറ്റോ? അയ്യോ ഇല്ല മസാജർ ഇടിക്കുന്ന ലൈസൻസ് ഞാൻ എന്നെ വേനയാക്കുന്നുണ്ട് അപ്പൊ എന്നെ കടിക്കാം. ഞാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. വേന കൂടി കഴിഞ്ഞാൽ അപ്പൊ അടിച്ചോണം കേട്ടാ. തെറ്റുമോ? ലാസ്റ്റ് എന്റെ മർമ്മത്തിടിച്ച് ഞാൻ ചത്തു. വാസ്കോ രാത്രി കിടക്കാൻ കുളിര് പോരുന്ന മസാജ് വല്ലതും ഉണ്ടോ? കുളിര് പോരുന്ന ഇല്ലത് കൊള്ളാടത് ഏക്കത് കൊള്ളാ. ഇവനെ പണ്ടതായിരുന്നു മറ്റേ തായ്ലൻഡില് അതെന്നാ പഠിച്ചല്ലോ. സ്പോട്ടിൽ പ്രതികരിക്കാൻ കൊടുത്തു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു കീഴിലെ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ